ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കൊഞ്ച് കിട്ടി, അതായത് വലിയ ചെമ്മീൻ. അപ്പോൾ ഞാനിന്ന് വലിയ ചെമ്മീൻ കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലല്ലേ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കിയാലോ റെസിപ്പി. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കൊഞ്ചിനെ ഞാൻ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫ്രഷാണ്. എന്നിട്ട് അപ്പോൾ ഗൈസ് ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്യാൻ പോണേണ്. അപ്പോൾ നമ്മൾ കൊഞ്ചിൽ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊഞ്ചിൻ്റെ തലഭാഗവും ബാലുഭാഗവും നമ്മൾ വെക്കണം. അതിന് ശേഷം നമ്മൾ മുതുകത്തുനിന്ന് ഒരു കുടൽ വലിച്ച് കളയണം. കാരണം ഇതിൻ്റെ തലയും വാലും നമുക്ക് ആവശ്യമുള്ളതാണ്, കഴിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് എല്ലാ കൊഞ്ചൂട്ടന്മാരും ഇങ്ങനെ നിരത്തി ഞാൻ വെച്ച്. ഗൈസ്, ഞാനിതുപോലെ തലയും വാലും എടുക്കാൻ വേണ്ടി നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്യണ കത്രികയിൽ അതാട്ടോ ഞാൻ യൂസ് ചെയ്തത്. ആ കത്രിക കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് തലയും വാലും നല്ല ഭംഗിക്ക് കിട്ടും. ബാക്കിയുള്ള നമ്മൾ കളയണം കേട്ടോ. അതുപോലെ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റി. ഞാൻ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ഈ ഒരു ടൈമിൽ ഞാൻ പോയി ഈർക്കിൽ എടുത്തുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഈർക്കിലാണ് കുത്തി ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈർക്കിൽ കുത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കുത്തി വെക്കാൻ. അതിന് തല തുടങ്ങി വാല് വരെ വിടാതെ വേണം കുത്തി വെക്കാൻ. അങ്ങനെ ഞാൻ ഓരോന്നിനും ഈർക്കിൽ കുത്തി വെക്കണതാണ്. ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ ഞാൻ അരപ്പുണ്ടാക്കാൻ പോണേണ്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്, അതൊരു 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എരിവിന് വേണ്ടി പെപ്പർ പൗഡറായിട്ട് ഇടുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, പേസ്റ്റ് അല്ല ചതച്ചതാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കീറിടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുക്കുന്നത്, അതും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അതിലോട്ട്. ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു നാരങ്ങ ഫുള്ള് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം, നല്ലതായിരിക്കും. ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാരങ്ങ നീര് കൂടിയാലും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് വിനീഗറാണ് ഒഴിക്കണത്. വിനീഗറും കൂടി ഞാൻ ഒഴിക്കണതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീര് ഞാൻ കുറച്ചത്. ഇപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അരപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഓരോ കൊഞ്ചിനെയും നമ്മുടെ അരപ്പിലേക്ക് വെക്കണേണ്. അങ്ങനെ അരപ്പിൽ മുക്കി വെച്ചിട്ട് ഞാൻ 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണേണ്, മാറ്റി വെക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അരപ്പ് നല്ല ടേസ്റ്റിൽ കിട്ടും. അങ്ങനെ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണേണ്. അപ്പോൾ ഗൈസ്, പാൻ ചൂടായി. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ മീതെ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഓരോ കൊഞ്ചിനെയും പെറുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുറച്ച് വേപ്പിലയും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗൈസ്, അപ്പം നമ്മുടെ കൊഞ്ച് സ്റ്റിക്ക് ഫ്രൈഡ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് ആദ്യമായിട്ട് കഴിക്കണവർക്ക് പോലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടാറ്റ, ബൈ ബൈ.